പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിൽ 10 തൊഴിലാളി സംഘടനകൾ ഭാഗമാകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും. പാൽ, പത്രം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മുടക്കമുണ്ടാകില്ല. പണിമുടക്ക് നേരിടാൻ KSRTC ഡയസ്നോൺ പ്രഖ്യാപിച്ചു. ഡ്യൂട്ടിക്കെത്താത്തവരുടെ ശമ്പളം കട്ട് ചെയ്യുമെന്നാണ് ഉത്തരവ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അഷിൻ ഡിയേഗോ, നോബിൾ മാരിക്കാരൻ എന്നിവർ. ആദ്യം അഷിൻ ഡിയേഗോയിലേക്ക്. ഗുഡ് ഈവനിങ് അഷിൻ ഡിയേഗോ. കേരളത്തിൽ പണിമുടക്ക് എത്രത്തോളം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകും? എല്ലാ സർവീസ് സെക്ടറുകളെയും ബാധിക്കുമോ? സുജിയ, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSRTCയിൽ ഇപ്പോൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നേരത്തെ മന്ത്രി KP ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് KSRTCയിലെ ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. കാരണം നിലവിലിപ്പോൾ എന്തായാലും KSRTCയിൽ പണിമുടക്കിന് ഉള്ള സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ എല്ലാ ബസ്സുകളും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. ഈ ഒരു പരാമർശം പിന്നീട് വലിയ തരത്തിൽ വിവാദമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ട്രേഡ് യൂണിയനുകൾ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കത്ത് CMDക്ക് തന്നെ നൽകിയിട്ടുണ്ട്. നാളത്തെ പണിമുടക്കിൽ തങ്ങൾ പങ്കെടുക്കും എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ CMDക്ക് അറിയിച്ചിട്ടുള്ളത്. INTUC, AITUC അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ BMS മാത്രം വിട്ടുനിൽക്കുന്നു. ബാക്കി സംഘടനകളെല്ലാം തന്നെ നാളത്തെ പണിമുടക്കിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും തൊഴിലാളി സംഘടനകൾ ഈ ഒരു പ്രതിഷേധം, ഈ സമരത്തിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ CPM ഇതിനെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ്. ആദ്യം TP രാമകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് തൊഴിലാളികളോട് സമരം ചെയ്യാൻ പാടില്ല എന്ന് മന്ത്രിക്ക് പറയാൻ അധികാരമില്ല എന്നുള്ളതായിരുന്നു TP രാമകൃഷ്ണൻ പറഞ്ഞത്. മാത്രമല്ല, മന്ത്രിയെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. നാളെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കാണിച്ചുകൊണ്ട് KSRTC CMDക്ക് ട്രേഡ് യൂണിയനുകൾ കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ ഏതൊരു കാരണവശാലും തൊഴിലാളികളോട് സമരം ചെയ്യാൻ മന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറിയായ MA ബേബി അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് KSRTCയിലെ മുഴുവൻ തൊഴിലാളികളും നാളത്തെ സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് അദ്ദേഹവും വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് നാളെ KSRTCയിൽ പണിമുടക്ക് നടത്തും എന്നുള്ളതാണ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ KSRTC ജീവനക്കാരുടെ പണിമുടക്ക് നേരിടാൻ ഡയസ്നോൺ KSRTC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ പോലീസിന്റെ സഹായം തേടാനും CMD അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളത്തെ പണിമുടക്ക് ദിവസം ജോലിക്ക് എത്താത്ത ജീവനക്കാരുടെ ശമ്പളം നൽകേണ്ട എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മറ്റ് സർക്കാർ വകുപ്പുകളിലോ എവിടെയും തന്നെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. KSRTCയിൽ മാത്രം നാളത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നവരുടെ സാലറി അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസത്തെ ശമ്പളം നൽകരുത് എന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുജിയ. അഷിൻ ഡിയേഗോയാണ് വിവരങ്ങൾ നൽകിയത്. നോബിൾ മാരിക്കാരനുമുണ്ട് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് നോബിൾ മാരിക്കാരൻ. ദേശീയ തലത്തിൽ ഈ സമരം എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട്? പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഈ സമരത്തിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? ദേശീയ തലത്തിൽ ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? സുജയ, ഗുഡ് ഈവനിങ്. എന്നാണെങ്കിലും ശക്തമായ സമരത്തിന് തന്നെയാണ് നാളെ ആഹ്വാനമുള്ളത്. 10 തൊഴിലാളി സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകളുമൊക്കെ ഇതിന് പിന്തുണയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ദില്ലിയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ സമരങ്ങൾ ബാധിക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ, പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ശക്തമായ പ്രതിഷേധത്തിനുമൊപ്പം വലിയ സമരത്തിലേക്ക് മാറാനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഒപ്പം ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വലിയ വിജയമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾ രംഗത്തേക്ക് വന്നവരെ കർഷകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നും ഉറപ്പാണ്. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലൊക്കെ കർഷകർ ഇതിന്റെ ഭാഗമായിക്കൊണ്ട്, മഹാരാഷ്ട്രയിലെ കർഷകർ ഇതിന്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധം മുന്നോട്ട് നയിക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. മൊത്തം 25 കോടി തൊഴിലാളികൾ, കേന്ദ്ര സർക്കാർ ജീവനക്കാരടക്കമുള്ളവർ ചേർത്ത് 25 കോടി തൊഴിലാളികൾ ഇതിന്റെ ഭാഗമാകും എന്നാണ് ട്രേഡ് യൂണിയൻ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഏറ്റവും പ്രധാനമായും ഈ വ്യവസായ മേഖലയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദില്ലിയിലെ റോഡ് ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗത മേഖലയ്ക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സമരങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാറില്ല. പക്ഷേങ്കിൽ പോലും വ്യവസായ മേഖലയ്ക്ക് ദില്ലി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമരം ബാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് വലിയ റാലികൾ അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരടക്കം ഈ പണിമുടക്കിന്റെ ഭാഗമാവുകയാണ്. പണിമുടക്ക് പൂർണ്ണ വിജയമാക്കുന്നതിനായി പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളെല്ലാം കൃത്യമായ ആസൂത്രണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതൽ അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും നാളെ കൃത്യമായി പ്രവർത്തിക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.